ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കു കിച്ചൺ. ഞാനിവിടെ തയ്യാറാക്കുന്ന ചുവന്നുള്ളി ഉപയോഗിച്ചുള്ളൊരു കറിയാണ്. അതിലേക്ക് ആവശ്യമായി എടുത്തിരിക്കുന്നത് ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ചുവന്നുള്ളി ആവശ്യത്തിന്, പച്ചമുളക്, വെളുത്തുള്ളി 4-5 വീതം, അത് ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഉള്ളി തീരെ നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി അതിലേക്ക് ചേർക്കുന്നതിന് ആവശ്യമായ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, തേങ്ങ ചിരവിയത് 1 മുറി, 1/4 ടീസ്പൂൺ കുരുമുളക്, ഇത്രയുമാണ് വേണ്ടത്. ഇനി തേങ്ങാക്കൊത്ത് ഞാൻ കൊത്തിയെടുത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉള്ളി വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ വഴറ്റി ചേർക്കുന്നതിന് വേണ്ടിയാണ്, കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് തേങ്ങാക്കൊത്ത് ചേർക്കുന്നത്. ഇനി നമുക്ക് തേങ്ങയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇത് ഈ കളറാകുന്നത് വരെ വറുത്തെടുക്കണം. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കണം. മൂപ്പിച്ചെടുക്കണം. അത് നമ്മളിപ്പോൾ കരിഞ്ഞു പോവാതെയൊക്കെ നോക്കി വേണം. നന്നായിട്ട് മൂത്ത് വരണം, അല്ലെങ്കിൽ അതിൻ്റെ പച്ച മണമൊക്കെ നിൽക്കും. അപ്പോൾ മൂത്ത് വന്നാൽ മാത്രമാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കരിഞ്ഞു പോവാതെ നോക്കുകയും വേണം. ഇപ്പോൾ അത് മല്ലിപ്പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. എല്ലാം അവിടെ ഇളക്കി ചേർക്കണം. ഇപ്പോൾ മല്ലിപ്പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഉണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ മുളക് പൊടി ഇടരുത്. ആദ്യം തന്നെ ഇട്ടാൽ മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിനൊരു നല്ല കളറും മണവും ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പം ഇത് നന്നായിട്ട് ഇളക്കി എടുത്ത് യോജിപ്പിച്ച് ഇതൊന്ന് ചെറുതായിട്ട് മൂക്കണം. ചെറിയ ഫ്ലെയിമിൽ വേണം മൂപ്പിച്ചെടുക്കാൻ. ഇപ്പം നമ്മൾ ഇങ്ങനെ ഇതിലധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ അത് എണ്ണ ഒഴിക്കാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അരച്ചാൽ ഇത് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ. നന്നായിട്ട് അരയണമെങ്കിൽ ഇതിൽ എണ്ണ ചേർത്ത് കൊടുക്കണം. കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അല്ലാത്ത എണ്ണയൊക്കെ ഒഴിച്ചാൽ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർത്താലാണ് വെണ്ണ പോലെ അരിഞ്ഞ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ കളറൊക്കെ എണ്ണ കൂടി ചേർത്ത് വറുത്തപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. നല്ല കളറുണ്ടെങ്കിലാണ് കറിക്ക് ആ കളറ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ കറിയുടെ കളറൊക്കെ കുറഞ്ഞു പോകും. കണ്ടോ, ഇപ്പം നല്ല നിറമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് കരിഞ്ഞു പോകാതെ മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതിനുശേഷം ഈ പാത്രം തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ ആ പാത്രത്തിൽ തന്നെയാണ് എണ്ണ ഒഴിച്ച് കടുക് താളിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്ത് എന്നിവ കൂടെ ഇതിലേക്ക് നന്നായിട്ട് ചേർത്തിളക്കി വഴറ്റിയെടുക്കുക. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. വഴന്ന് വരാനൊക്കെ കുറച്ച് പാടാണ്. ഇതിപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. കണ്ടോ, കുറേ നേരം ഇളക്കിയപ്പോഴാണ് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നത്. ഇനി നമുക്ക് എൻ്റെ പാത്രം തന്നെ കണ്ടാൽ അറിയാമല്ലോ ഞാൻ എത്ര നേരം ഇളക്കിയിട്ടുണ്ടെന്ന്. കുറേ നേരം വേണം. ഇങ്ങനെ ഇതേപോലെ ആവുകയും വേണം. മൂത്തില്ലെങ്കിൽ, ഉള്ളിയൊന്നും മൂത്തില്ലെങ്കിൽ ഒരു പച്ചച്ചവ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് എത്രത്തോളം മൂക്കുന്നോ അതാണ് കറിയുടെ ടേസ്റ്റ്. ഈ ഉള്ളി നന്നായിട്ട് തന്നെ വഴറ്റി കളറൊക്കെ മാറി ഇങ്ങനെ വരണം. ഇനി നമുക്ക് തേങ്ങ വറുത്തത് അരച്ചെടുത്തതാണ്. കണ്ടോ, എണ്ണ ചേർത്ത് അരച്ചതുകൊണ്ട് നല്ല വെണ്ണ പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ ഉള്ളി വഴറ്റിയതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനുശേഷം നമുക്ക് വാളൻപുളി ഇതിലേക്ക് വേണം ചേർത്ത് കൊടുക്കണം. വാളൻപുളി എടുത്ത് വെള്ളവും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് അലിയിച്ച് അതിലേക്ക് അരിച്ചൊഴിക്കണം. ഇപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് അരപ്പൊക്കെ ചേർത്ത് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഈ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വരണം. കറിയൊക്കെ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി താളിച്ച് കൊടുക്കണം. ഇപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.